ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ജോളീസ് കുലീന. ഇന്ന് ഞാൻ ജോളീസ് കുലീനയിൽ കൊഞ്ച് കൊണ്ടുള്ളൊരു കൊഴുക്കട്ടയാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വലിയ കൊഞ്ചാണ് മേടിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യുന്നതെന്ന് കാണാം. ആദ്യമായിട്ടൊരു പാത്രത്തിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് പകുതി സവാള, 3 പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ഇത്രയും സാധനങ്ങളാണ് ഇട്ടിട്ടുള്ളത്. അത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അതിൻ്റെ ഒരു പച്ച ടേസ്റ്റ് മാറുന്നത് വരെ നമുക്ക് വഴറ്റി കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചിട്ടുള്ളത്. നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുത്തത്. കുരുമുളക് പൊടിയല്ല, കുരുമുളക് ചതച്ചതാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ഏകദേശം 1/2 ലിറ്ററോളം വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടതുണ്ട്. ഏകദേശം നമ്മൾ 2 വലിയ ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം. ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി വെള്ളം നമ്മളിപ്പോൾ ഈ ഒഴിച്ചിരിക്കുന്ന വെള്ളം നന്നായിട്ട് തിളച്ച് വരണം. നന്നായിട്ട് വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. സവോള, ഇഞ്ചിയും, വെളുത്തുള്ളിയും, പച്ചമുളകും, കറിവേപ്പിലയൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന കൊഞ്ച്, വലിയ കൊഞ്ചാണ്, ഒരു 10-15 കൊഞ്ചുണ്ട്, അതിട്ട് കൊടുക്കുകയാണ്. മുഴുവനെ തന്നെ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മളത് നന്നായിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ കൊഞ്ച് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഈ വെള്ളത്തിൽ കിടന്ന് നന്നായിട്ട് കൊഞ്ച് വെന്ത് വന്നു ഉണ്ടോ. ഇതിൽ നിന്ന് നമുക്ക് കുറച്ച് കൊഞ്ചെടുത്ത് മാറ്റണം. ഏകദേശം ഒരു 7-8 കൊഞ്ച് നമുക്ക് എടുത്ത് മാറ്റേണ്ടതുണ്ട്. മാറ്റി ഇനി വളരെ ചെറിയ പീസുകളായിട്ട് നമുക്ക് കട്ട് ചെയ്ത് വെക്കണം. ഇപ്പോൾ നമ്മൾ ഇടിയപ്പത്തിൻ്റെ മാവ് മിക്സ് ചെയ്യുന്ന പോലെ ഞാൻ മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അരിമാവാണ്, മിക്സ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1-2 സാധനങ്ങളും കൂടെ ഇടേണ്ടതുണ്ട്. 1 ബൗള് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കുകയാണ്. അതിനോടൊപ്പം തന്നെ ഇപ്പം നമ്മൾ ഇതിൽ നിന്ന് മാറ്റിയ കൊഞ്ച് ചെറിയ പീസുകളാക്കിയത് അതും കൂടെ അതിലോട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇത് 3ഉം കൂടി നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് എടുക്കണം. എടുത്ത് നമ്മളിപ്പോൾ ചെറിയ ബോളുകളാക്കി വെച്ചിട്ടുണ്ട്. കൊഴുക്കട്ടയ്ക്ക് ഇടുന്ന പോലെയുള്ള ചെറിയ ബോളുകളാക്കി വെച്ചിട്ടുണ്ട്. കണ്ടോ, കൊഞ്ചും തേങ്ങയും കൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. കൊച്ചു പീസുകളാക്കി മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇതിൽ നമ്മളൊരു പകുതി ഭാഗം കൊഞ്ച് അത് മുഴുവനായിട്ട് തന്നെ ഈ ചട്ടിയിൽ കിടക്കുന്നുണ്ട്. കണ്ടോ, കിടക്കുന്നുണ്ട്. കൊഞ്ച് നന്നായിട്ട് വെന്ത് കിടക്കുകയാണ്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കൊഴുക്കട്ട ഇട്ട് കൊടുക്കാം. കൊഴുക്കട്ടയുടെ ബോൾസ് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ കൊഞ്ചിൻ്റെ ഒരു നല്ലൊരു ടേസ്റ്റും കൊഴുക്കട്ടയൊക്കെ കൂടെ ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റുള്ളൊരു വിഭവമാണിത്. എല്ലാവരും ചെയ്ത് നോക്കണം. മുഴുവൻ പീസ് നമ്മളിട്ടു. നന്നായിട്ട് ഇളക്കി നമുക്ക് വീണ്ടും ഈ കൊഴുക്കട്ടയുടെ മാവ് കുറച്ചുകൂടെ ഒന്ന് വെന്ത് കിട്ടാനുണ്ട്. നമുക്കതും കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. കുട്ടികൾക്കെല്ലാം വളരെ ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണിത്. വേവിച്ചെടുക്കാം. അപ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് സെലറി ഞാൻ വെച്ചിട്ടുണ്ട്. ഒരു 2 തണ്ട് സെലറി വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഒരു 10-13 മിനിറ്റ് ആയിട്ടുണ്ട്. കൊഴുക്കട്ട റെഡി ആയിട്ടുണ്ട്. കണ്ടോ, കൊഞ്ച് മുഴുവനെ കിടക്കുന്നുണ്ട്. കൊഴുക്കട്ടയിലും കൊഞ്ച് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. കണ്ടോ, അങ്ങനെ കൊഞ്ച് കൊഴുക്കട്ട റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സെലറിയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ സെലറിയുടെയും കൊഞ്ചിൻ്റെയൊക്കെ നല്ലൊരു മണം വരുന്നുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. കുട്ടികൾക്ക് മാത്രമല്ല, മുതിർന്ന ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമായിരിക്കും. എല്ലാവരും ചെയ്ത് നോക്കണം.
കേട്ടോ. അപ്പോൾ കൊഞ്ച് കൊഴുക്കട്ട റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. ഓക്കേ.